ഗൈസ് ഇന്ന് ആർട്ട് സ്റ്റഡി ചലഞ്ചിൽ ഡേ 3 ആണ്. ഡേ 2 ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ 5:30 എണീറ്റിട്ടുണ്ട്. രാവിലെ 5:30 എണീറ്റാണ്. ഇപ്പോൾ 5:30 മുതൽ 6 മണി വരെ മെഡിറ്റേഷനും പിന്നെ കുറച്ച് വർക്ക് ചെയ്യാനും പിന്നെ ഒക്കെ ഉള്ള ടൈമാണ്. അരമണിക്കൂർ അത് കഴിഞ്ഞിട്ടാണ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള ടൈമാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി റിവിഷൻ തുടങ്ങാൻ പോവാണ്. മാത്സിൽ സ്ട്രെയിറ്റ് ലൈൻസും പിന്നെ ഫിസിക്സിൽ എന്തായിരുന്നു റൊട്ടേഷണൽ മോഷനും കുറച്ച് റിവൈസ് ചെയ്യാണ്ട് അത് ഒരു 7 മണി അതിൻ്റെ ഉള്ളിൽ കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് സ്ട്രെയിറ്റ് ലൈൻസിൽ. അപ്പോൾ നമ്മൾ ഹൈപ്പർ ലാബ്സിൽ വെക്കണതാണ്. ഇപ്പോൾ ഹൈപ്പർ ലാബ്സിൽ വെക്കില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ലാബ്സിൽ വെച്ചിട്ട് ഇതില്ല, വെറുതെ ഇങ്ങനെ വായിക്കണേ. ഇപ്പോൾ നല്ല രാവിലെ 6 മണിയായപ്പോഴത്തേന് എന്താ പറയുക, ഇമ്മാതിരി രാവിലെ 5:45 വരെ ഇവിടെ നല്ല ലേറ്റ് ഉണ്ട്. ഇപ്പോൾ ടോർച്ചാണ്, ഇവിടേക്ക് കാണില്ല, ഇവിടെ ഓഫാക്കിയിട്ട് കാണാറുണ്ട്, ഇവിടെ ഒന്നും ഇല്ല. പക്ഷെ അപ്പുറത്തേക്ക് നല്ല ലേറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ് 7:10 ഇപ്പോൾ ഫിസിക്സും മാത്സും റിവൈസ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് നേരവേഗമുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്സ് സ്ട്രെയിറ്റ് ലൈൻസ് ഫുള്ള് റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഫുള്ള് റിവൈസ് ചെയ്യാൻ കുറച്ച് ടൈം കൂടുതലെടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി പാർട്ട് 3 ആണ് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കാണാൻ പോകണം. 65% നമ്മൾ കണ്ടു കഴിഞ്ഞിന്, അത് ഇന്നലെ കണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാൻ വിചാരിച്ചിട്ട് വിട്ടാണ്. അപ്പോൾ 7:10 ഒരു 7:45 തീരുന്ന് വിചാരിക്കാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാണാൻ പോകാം. ഏകദേശം 8:10 കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നല്ല ടൈം പിടിക്കുന്നുണ്ട്. അതാണ് എനിക്ക് കുറച്ച് ഇതിടുന്നത്. അപ്പോൾ അത്യാവശ്യം കുറേ 5 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്തു മെറ്റീരിയലിലുള്ള. അതിലിപ്പോൾ കുറച്ചെണ്ണമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ സാറെ സൊല്യൂഷൻസ് നോക്കി ഞാൻ ചെയ്തു. കുഴപ്പമില്ലാത്ത കഴിയുന്നുണ്ട്. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ലൈൻസ് അത്ര കുഴപ്പമില്ലാത്ത പാടാണെന്ന് തോന്നുന്നു. എന്നാലും കോണിക് സെക്ഷനൊക്കെ കുറച്ച് ബോർ വരുന്നുണ്ട് പാഠം. എന്നാലും നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം രാവിലെ എണീക്കുന്നത് നല്ല ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ 5:30 എണീറ്റപ്പോൾ കുറേ ടൈം കഴിഞ്ഞിട്ടും ഒരു 8:10 ശരിക്കും ഞാൻ ഇപ്പോൾ 9 മണി 10 മണിക്ക് എണീക്കൽ. അപ്പോൾ തീരെ ടൈം കിട്ടാറില്ല. 5:30 എണീറ്റ് നല്ല ടൈം ഇട്ടുണ്ട്. അപ്പം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം, രാവിലെ എണീക്കാനുള്ള ഒരു ടിപ്പ്. എല്ലാവർക്കും വർക്ക് ചെയ്യുമെന്നല്ല, ഫാൻ ഇടാതെ കിടക്കുക. ഫാൻ ഇടാതെ കിടന്നാൽ അലാറം അടിച്ചാൽ നമുക്ക് അപ്പം എണീക്കായി. പിന്നെ നമ്മളെ മനസ്സിലൊരു ധാരണ വേണം എന്തായാലും എണീക്കണമെന്ന്. അപ്പം എണീക്കാൻ കഴിയും. ഞാൻ 5:20 അലാറം വെച്ച് 5:30 എണീറ്റു. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ കഴിയും എന്തായാലും. പിന്നെ ഫോണിൽ അലാറം വെക്കുകയാണെങ്കിൽ സ്നൂസ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കരുത്, സ്നൂസ് ചെയ്യരുതെന്ന് തന്നെ പറയാം. സ്നൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ ടൈം പീസിലാണ് അലാറം വെക്കാറ്. അപ്പോൾ അതാകുമ്പോൾ സ്നൂസൊന്നും ഇല്ലല്ലോ, ഒറ്റയടിക്ക് എണീറ്റില്ലെങ്കിൽ പിന്നെ പണി കിട്ടും. അത് അറിയുന്നതുകൊണ്ട് അങ്ങനെ എണീക്കും. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇനി ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കാൻ പോവാണ്. അരമണിക്കൂർ ബ്രേക്ക് ഒരു 8:45 ഇവിടെ എത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാമാര് ഷെഡ്യൂൾ ചെയ്ത് ക്ലാസ് ഒരു 3 ക്ലാസ് ഒന്ന് കാണണം. അങ്ങനെ ഈ ഹാർഡ് ചലഞ്ച് മുന്നോട്ട് പോകും. നമുക്ക് നോക്കാം. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 8:45 എന്നിട്ട് 9:05 അതിൻ്റെ ഇടയിൽ ചെറിയ പണികളൊക്കെ കിട്ടി. അത് കാരണം ടൈം കൂടി. 20 മിനിറ്റ് തന്നെ കൂടി. ഇനിയിപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ പാർട്ട് 2 ആണ് കാണാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ എത്ര പെർസെൻറ്റേജ് കണ്ടെന്ന് പറയുകയാണ്, 97% ഫുള്ള് കണ്ടിരുന്നാലും ചില ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ കാണിക്കുന്നതാണ്. എന്തായാലും 1 മണിക്കൂർ 55 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ കാണാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് ചെയ്ത് ആദ്യത്തെ 22 മിനിറ്റിൽ
ഫുൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് സെൻറ്റർ ഓഫ് മാസിനെ പറ്റിയിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 9:45 കഴിഞ്ഞു. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ചിലപ്പോൾ ഒരു 11 മണി വരെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടിനും പിന്നെ ഫ്രഷ് ആവാനൊക്കെ ഉള്ള ടൈമാണ്. കുറച്ച് നേരം കൂടി എക്സ്ട്രാ എടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ 11 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11:10 ആവും. ഇപ്പോൾ ഇപ്പോഴേ എടുക്കുകയാണെങ്കിൽ 11 മണിക്ക് കറക്റ്റ് എത്താൻ കഴിയും. ആ ഒരു വിശ്വാസത്തിലാണ് എടുക്കണത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് വർക്കൗട്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ ഇറക്കിയാണ്. ഇത് വലുത്, ഇത് ചെറുത്, പണ്ടുള്ള തന്നെയായിരുന്നു. ഇത് ഇന്നലെ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇട്ടിരുന്നു. അത് എല്ലാവരും കയറി കാണാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വർക്കൗട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ് 11:05 11 മണിക്ക് തന്നെ കറക്റ്റ് ഇവിടെ എത്തിന്. പക്ഷേ ഈ ലാപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഇതൊക്കെ എടുത്തപ്പോൾ 11:05 5 മിനിറ്റ് പോയി. അപ്പോൾ നമ്മൾ ഇനി തുടങ്ങാൻ പോകണം. ഇനി ഇത്ര 1 മണിക്കൂർ 32 മിനിറ്റ് ഉണ്ട്. 1:15 വരെ ടൈമുണ്ട്. കഴിയുമെന്ന് വിചാരിക്കുക. കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ടേ എണീക്കുള്ളൂ ഉടനെ. അങ്ങനെയൊന്നും പറയാനില്ല. ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിഞ്ഞിട്ട് പിന്നെയും കാണും. അപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ ഗൈസ് 1:25 ക്ലാസ് തീർന്നിട്ട് തന്നെ നീക്കാമെന്ന് വിചാരിച്ചിരുന്നു. 1:15 തീരുമെന്ന് വിചാരിച്ചില്ല. എന്നാലും ഇപ്പോൾ 1:25 ഉള്ളിൽ തീർന്നു. ഇനി നമ്മൾ ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ഒരു 2:15 വരെ ബ്രേക്ക് ഉണ്ടാവും. കുറച്ച് ആ ബ്രേക്ക് ആവശ്യമുണ്ട്. ഒരു ഉറക്കമൊക്കെ വരുന്നുണ്ട്. ചെറിയ നാപ്പ് എടുക്കണം, പവർ നാപ്പ് എടുക്കണം. അതൊരു ആവശ്യമുണ്ട്. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 2:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ. കുറച്ച് നേരം വൈകിയില്ല. കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ തുറന്ന് വരുമ്പോൾ നേരം വൈകണമാണ്. ഇപ്പോൾ നേരെ റിയാക്ഷൻ ആൻഡ് മെക്കാനിസം പാർട്ട് 3 കാണാൻ പോവാണ്. പാർട്ട് 2 1 കണ്ടു കഴിഞ്ഞു. 1 മണിക്കൂർ 2 മണിക്കൂർ തന്നെ ഉണ്ട്. കണ്ട് തീരുവാറില്ല. എന്തായാലും കഴിയുന്നത്രയും കാണാൻ. രാത്രി വേറെ കാണാണ്ട്, മാത്സ് കാണാണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഇന്ന് 6:15 വരെ 6:20 ഉള്ളിൽ കഴിയുന്നത്രയും തീർക്കുക. അപ്പോൾ തുടങ്ങാണ്. അപ്പോൾ ഗൈസ് 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യമൊക്കെ കണ്ടു കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഫോണിലിരുന്നുണ്ട്. അതാണ് ഹൈപ്പർ ലാബ്സിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അറിയാതെ ഉറങ്ങിപ്പോയി 1 മണിക്കൂർ. അതിനോട്ട് ഇനിയിപ്പോൾ 50 മിനിറ്റ് പെൻഡിങ് ഉണ്ട്. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ പിന്നെ കാണാം. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ റെസ്റ്റാണ്. 7 മണി വരെ റെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് മാത്സ് നോക്കണം. മാത്സ് ഏത് നോക്കേണ്ടതെന്ന് തീരുമാനിക്കണം. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 7 മണി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാത്സ് എന്ത് പഠിക്കുക വെച്ചിരിക്കുന്നു. ഒന്നെങ്കിൽ കോണിക് സെക്ഷൻ, അല്ലെങ്കിൽ ഇത് ഒരു പറഞ്ഞിരുന്നല്ലോ ബൈനോമിയൽ തിയറത്തിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിൻ്റെ ലൈവ് ഒന്നുണ്ട്. അപ്പോൾ ആ ലൈവ് കയറി കാണാൻ വെച്ചു. ഒരു ദിവസം പോലും ഞാൻ ലൈവ് കണ്ടില്ല +2ൻ്റെ. അപ്പോൾ ഒരു ദിവസം ലൈവ് കാണാൻ വെച്ച് ഒന്ന് കയറി നോക്കട്ടെ ലൈവിൽ. 7 മണിക്കാണ് തുടങ്ങുക. കറക്റ്റ് 7 മണിയായിന്. തുടങ്ങിയില്ല എന്നാണ് കാണിക്കുന്നത്. നേരത്തെ കയറിയപ്പോൾ 2 ഏർലിയർ എന്നൊക്കെ കാണിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കയറി വെക്കാം. അപ്പോൾ പിന്നെന്താണ് ഗൈസ്, എന്താ പറയുക 7:02 കിട്ടുന്നൊന്നുമില്ല. ഈ ലൈവിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈവ് കാണുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും എഴുതിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതിയെടുക്കാൻ കഴിയില്ല. അത് വീഡിയോ ആക്കിയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് എഴുതിയെടുക്കുക. അതാണ് ഒരു ഗുണം. പിന്നെ ലൈവ് ആണെങ്കിൽ പിന്നെ ഡൗട്ടൊക്കെ ചോദിക്കുക, ക്ലിയറൻസ് ചെയ്യുക ഡൗട്ടൊക്കെ. അപ്പോൾ എന്തായാലും തുടങ്ങിയിട്ട് ഇനി കാണാം. അപ്പോൾ ഗൈസ് ജോയിൻ ചെയ്തിട്ടുണ്ട് മീറ്റിങ്ങിൽ. ഇപ്പോൾ വരും. വന്നിട്ടൊന്ന് കാണിച്ച് എന്നിട്ട് ഹൈപ്പർ ലാബ്സിലൊക്കെ ഒരു ഇതല്ലേ. അപ്പോൾ ഗൈസ് 342 പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇവിടെ. 344 ഇപ്പോൾ കൂടുന്നുണ്ട്. ഇങ്ങനെ 49 നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്. നീറ്റിൻ്റെയും ജെഇൻ്റെയും കൂടിയാണല്ലോ. അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ സെക്കൻഡ് ബാച്ചൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആൾക്കാരുണ്ടാവും മതി. അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് തുടങ്ങിയില്ല. അവിടെ എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ എന്തോന്നാണ് ഇത് തുടങ്ങാത്ത 7 മണി 7:05
ഇതാണ് വീഡിയോ കാണുമ്പോൾ നമുക്കനുസരിച്ച് ഇങ്ങനെ കാണാം. ലൈവ് നിർത്താൻ കഴിയില്ല, അതാണ് ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ നിർത്തിയിട്ട് നോട്ട് ചെയ്തില്ലേ, എനിക്ക് കുറച്ചൊക്കെ പതുക്കെ ചെയ്താൽ ഉള്ളൂ. ഫിദാൽ ഹായ് എന്നൊക്കെ ഇടുന്നുണ്ട്. ചാറ്റൊക്കെ നോക്കാൻ കഴിയും. എന്താ ചാറ്റൊക്കെ ബാഡ് സൂപ്പർ ഈസ് മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ മൈ കൺസൻസ് ഹി നോട്ട് ദാറ്റ് ബാഡ് എന്തൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ. ഞാൻ ഇവിടെ ഇടാൻ എന്തെങ്കിലുമൊക്കെ അപ്പോൾ തുടങ്ങിയിട്ട് കാണാം. നമുക്ക് 348 ഇപ്പോൾ 396 ഇപ്പോൾ 400 മതി. 400 കണ്ടു നോക്കാം. 397 ഇതാകത്ത് ടൈമാണ് കേസാണത്. ഞാൻ അവിടെ കുറച്ച് സ്പീഡായിട്ടുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് പറയാം. എന്താ സാറ് വന്നിട്ടുണ്ട്. എന്താ ക്ലാരിറ്റി ചെയ്യാത്തൊരു ഇതെന്താ മുന്നിൽ നിൽക്കുന്നത് എന്താ. അപ്പം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് എത്താൻ പോവാണ്. 416 കഴിഞ്ഞ് കാണാനില്ല. അപ്പോൾ ഗൈസ് 7 ആയിട്ടുണ്ട്. അരമണിക്കൂറായപ്പോഴത്തേനും ഇവിടെ 200 MB ആണ് തീർന്നത്. വെബ് അങ്ങനെയാണ്, പെട്ടെന്ന് വലിക്കുന്നുണ്ട് നെറ്റ്. അതിന് നല്ല വീഡിയോ കാണുകയാണെന്ന് തോന്നുന്നു. 28 മിനിറ്റ് ആയിട്ടുള്ളൂ. 28 മിനിറ്റ് ആയപ്പോഴത്തേനും 200 MB തീർന്നു. അങ്ങനെ നെറ്റും തീർന്നെത്തി. ഇനി നമ്മൾ ക്ലാസ് കാണാൻ പോവാണ്. സാധാ ക്ലാസ് ഇല്ലാതെ കഴിയില്ല. സാധാ ക്ലാസ് ഇപ്പോൾ കോണിക് സെക്ഷൻ പോയി കാണട്ടെ. അപ്പോൾ ഗൈസ് കോണിക് സെക്ഷൻ പാർട്ട് 2 കാണാൻ പോവാണ്. ഏകദേശം 1 മണിക്കൂറും 56 മിനിറ്റും ഉണ്ട്. ഈ പാർട്ട് അധികം മനസ്സിലായിട്ടില്ല ഫസ്റ്റിക്ക്, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങി. ഹലോ ഗൈസ്, ഈ പ്രാണികളെ പ്രശ്നം കാരണം ഇപ്പോൾ പഠിത്തം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കാണിച്ചു തരാം. എന്താ അപ്പോൾ 8:25 ഏകദേശം 30 മിനിറ്റൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മൾ ക്ലാസ്. ഫുള്ള് പ്രാണികളാണ്. എന്താ അറിയില്ല, ഇത് വല്ലാത്ത കഷ്ടമാണ്. കലിപ്പ കയറുന്ന് ഇത് കാണിച്ചു തരാം. അതായത് ഇതൊന്നുമല്ല. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് കുറച്ചൊക്കെ വന്നിട്ടുള്ളൂ. കാണാൻ പറ്റും. അവിടെ കാണാം, ഉണ്ടോ, നിറച്ചുണ്ടെന്നേ. എന്തൊരു ഇത്. അവിടെ ഒരു റബ്ബർ മരം ഉണ്ട്. കാണിച്ചോ, ഒന്നും കാണില്ല. അവിടെ ഒരു റബ്ബറിൻ്റെ ഇതുണ്ട്, മരത്തിൻ്റെ ഒരു കൂട്ടം. അവിടെ നിന്നാണ് ഇത് വരുന്നത്. എന്താ ചെയ്യുക, നമ്മൾ പഠിക്കാൻ കഴിയുന്നില്ല. സീനാണ്. അപ്പോൾ ബ്രേക്കാണ്. എത്ര നേരം ഉണ്ട്, 10 മിനിറ്റൊക്കെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ലൈറ്റ് ഇട്ടിന്. അവിടേക്കൊക്കെ പോയിട്ട് വേണം വായിൽ കൂട്ടാൻ. ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇത്. ഇപ്പോൾ ഗൈസ് നേരത്തെ തന്നെ കാട്ടി കുറച്ച് കൂടിയിട്ടുണ്ട്, കാണാൻ പറ്റുന്ന അറിയാം. അപ്പോൾ നമ്മൾ അവിടുത്തെ കുറേ എണ്ണം ഇങ്ങോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. അത്യാവശ്യം കുറവ് തന്നെയാണ്. അത്യാവശ്യം കുറവ് തന്നെ പറയുകയാണെങ്കിൽ ഫുള്ളൊന്നും കുറഞ്ഞില്ല. അത് അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വീഡിയോയിൽ കാണാത്തതാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞ് 9:10 നമ്മൾ തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ ഏകദേശം 10% കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ നേരെ കാണാൻ പോവാണ്. അപ്പോൾ ഗൈസ് 11:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നും ക്ലാസ്സൊക്കെ കഴിഞ്ഞു, നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു, നല്ല രീതിക്ക് തന്നെ ചെയ്തു, സ്പീഡിലൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ഈ കറണ്ട് പോയാൽ കാണാം. അത് ഞാൻ അവിടെ പോയി പാറ്റനെ ഫുള്ള് പുറത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ലൈറ്റ് ഓഫ് ആക്കിയിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇവിടെ കൊല്ലം കിടക്കുകയാണ്. ഇതൊക്കെ റെഡിയാക്കണം ഇനി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2K അടിക്കാനാണ്. ഇനി വെറും 6 സബ്സ്ക്രൈബേഴ്സും കൂടി മതി. അപ്പോൾ 2K അടിക്കും നമ്മൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.